ഹായ് യൂട്യൂബ്, ഗുഡ് ഈവനിങ്. സോ എല്ലാവർക്കും എൻ്റെ ഡേ 12 ഓഫ് 30 ഡേയ്സ് എക്സ്പെൻസ് ചലഞ്ച് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. സോ ഞാനിപ്പോൾ ഇന്ന് ഡേ 12 കേട്ടോ. ഞാനപ്പോൾ ഇന്ന് പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അത്ര എക്സ്പെൻസ് ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് ആകെ ആയത് എൻ്റെ സിം ഒന്ന് ഓട്ടോ റിന്യൂ ആയിരുന്നു. അപ്പോൾ അത് കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഒരു 10 പൗണ്ട് പിടിച്ചിട്ട് കേട്ടോ. അതല്ലാണ്ട് എനിക്കിന്ന് വേറൊരു ചിലവില്ല. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതല്ല, രാത്രി 9 മണിയാണ്. പക്ഷെ കണ്ടാൽ പറയോ, ഇപ്പോഴും വെളിച്ചമുണ്ട് കേട്ടോ, വെളിച്ചമൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞാനൊന്ന് പുറത്തിറങ്ങിയതാണ്. എൻ്റെ ഫ്രണ്ടിനൊന്ന് കാണണം, ഫ്രണ്ട് ഇങ്ങോട്ട് വരും. പിന്നെ എനിക്കൊന്ന് മെക്കിലോട്ട് തോന്നണ്ട, എനിക്കൊരു ബർഗർ കഴിക്കാൻ വേണ്ടിയിട്ടൊരു കൊതി. എന്താണ് അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വീട്ടിൽ പോയിട്ട് എനിക്കെൻ്റെ പ്രൊജക്റ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെയുണ്ട്, അലമ്പായിട്ടാണ്. പണ്ടത്തെ ഒരു രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ തോന്നുന്നില്ലേ? കുഴപ്പമില്ല, മുടി അത്യാവശ്യം വളർന്നു. ഇനി വെട്ടാവുന്നുണ്ട്. ഞാൻ വിചാരിച്ച മുടി വളർത്താൻ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇനി തോന്നുന്നു മുടി വളർത്തണ്ടെന്ന്. അതുമല്ല, ഞാൻ ഷേവ് ചെയ്തു കേട്ടോ, ചെറുതായിട്ടൊന്ന് ഷേവ് ചെയ്തു. അപ്പോൾ എനിക്ക് പിന്നെയും ഐ എം ലുക്കിംഗ് യങ്. അയ്യോ അവസ്ഥ, 24 വയസ്സായി, എന്നാലും ഐ എം ലുക്കിംഗ് ലൈക്ക് എ യങ് ബോയ്. സ്വന്തമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യാട്ടെ ഞാൻ. വേറൊരു പരിപാടിയില്ലല്ലോ, വേറെ ഉണ്ടോ? എനിക്കിവിടെ ഇഷ്ടപ്പെട്ടൊരു വണ്ടി നിൽക്കേണ്ട ക്യൂസ്, അടിപൊളി വണ്ടി കേട്ടോ, പുതിയ മോഡലാണ്. പിന്നെ ഇവിടെയൊക്കെ ഒരു ഈ സൈഡ് എന്താണെന്ന് പറയുമോ, ഈ ഇങ്ങനെ നമ്മളിവിടെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് എന്ന് പറയില്ല, അതുപോലത്തെ ഒരു സാധനം കേട്ടോ. ഈ സൈഡ് ഇവിടെ പെയിൻറ്റ് ഷോപ്പും അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ ഇടിച്ച വണ്ടികളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവിടെ അതിൻ്റെ പാർട്സൊക്കെ വിൽക്കലാണ് കേട്ടോ ഈ സൈഡിൽ പരിപാടി. പിന്നെ ഇതൊക്കെ വെച്ച് തന്നെ കടകളുടെ ബാക്ക് സൈഡ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും മെക്കിലോട്ട് പോട്ടെ, എനിക്ക് വിശക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. എൻ്റെ അക്കൗണ്ടിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ. എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ 159 പൗണ്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ കാര്യം പറയാൻ വിട്ടു. ഞാൻ മക്കിലെത്തിയിട്ടാ. എന്നിട്ട് എപ്പോഴും ഓർഡർ ചെയ്യുന്ന സ്ഥലം തന്നെ ഓർഡർ ചെയ്തിരിക്കുന്നത്. വേറൊന്നുമല്ല, ഒരു ബർഗറിൻ്റെ ഒരു മീലാട്ടോ. ഒരു മീലാട്ടോ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. അതെനിക്ക് 3.9 ഉണ്ടാവും, ഓൾമോസ്റ്റ് 4 ഉണ്ടായിട്ടോ. ഇനി അതിനുവേണ്ടി വെയിറ്റിംഗ് കേട്ടോ. എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ഉണ്ട്. ധോണി ഫാൻസ് എല്ലാവരും മുടി വളർത്തണം, അതേകൊണ്ട് ഞാൻ മുടി വളർത്തുന്നുണ്ടോ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ എത്തിയിട്ടോ. മീഡിയം കോക്ക് ബർഗർ ഫ്രൈസ്, അവർ 2 കച്ചപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചിട്ടാണ് കേട്ടോ. ഞാനപ്പോൾ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഞാനപ്പോൾ വിചാരിച്ചു എൻ്റെ ഫ്രണ്ട്സിന് ഓർഡർ ചെയ്യുന്ന, അതുകൊണ്ട് ഞാൻ 2 ബർഗറും ഒരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഓർഡർ ചെയ്തു കേട്ടോ. അതിനുവേണ്ടി ഇപ്പോൾ വെയിറ്റ് ചെയ്യാം. സോ ഞാനിപ്പോൾ സ്ട്രാറ്റ്ഫോർഡ് എത്തിയിട്ടാ. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഫ്രണ്ട്സിനും മറ്റിൽ നിന്ന് ബർഗറൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ എനിക്ക് ഫ്രണ്ട്സിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീട്ടിൽ പോയി കൊടുത്ത് ഷൂ ഇട്ടിട്ട് തിരിച്ച് വന്നു കേട്ടോ. തിരിച്ച് അവളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ സ്ട്രാറ്റ്ഫോർഡ് എത്തി. പിന്നെ കുറച്ച് നേരം ഇവിടെ സംസാരിച്ചിരുന്നു. ഞാൻ പിന്നെ വീഡിയോ എടുക്കാതെ, അവൾക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ ഇഷ്ടമല്ലായിരുന്നു. അത് തന്നെ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. എന്നിട്ട് ഞാൻ ഇപ്പോൾ തിരിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നത്തെ എക്സ്പെൻസ് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, രാവിലെ ഒരു 10 പൗണ്ട്, അത് റീചാർജ് ചെയ്യാൻ വേണ്ടി 10 പൗണ്ട് പോയി. പിന്നെ ഞാൻ ഓയിസ്റ്റർ കാർഡ് റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ, അങ്ങനെ എനിക്ക് 10 പൗണ്ടായി, 20 പൗണ്ടായി. പിന്നെ എനിക്ക് മെക്കിൽ കയറുന്നില്ല, മെക്കിലൊരു എല്ലാം കൂടി ടോട്ടൽ ഒരു 8 പൗണ്ടായിട്ടുണ്ട്. അത് മാത്രമായിട്ടാ ഇന്നത്തെ എക്സ്പെൻസ് ആണ്, ഇല്ലാണ്ട് വേറെ ഒന്നും അങ്ങനെ ഇല്ല എനിക്ക്. ഞാനിപ്പോൾ വീട്ടിലോട്ട് തിരിച്ചു പോവുക ഗൈസ്. ഞാനിപ്പോൾ സ്ട്രാറ്റ്ഫോർഡാ. ഞാൻ പറഞ്ഞില്ലേ, സാധനത്തിൽ റെഡ് ലൈറ്റ് കത്തുന്നു, അതാ സാധനം, അത് അടക്കത്തിനുണ്ടോ? ഇതെന്താ റോളർ കോസ്റ്റർ, അങ്ങനെ എന്താ സംഭവം കേട്ടോ. എൻ്റെ കയ്യിൽ ബാലൻസ് ഇപ്പോൾ 180 പൗണ്ട്സ് ആട്ടോ കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഇനി എനിക്ക് 31-ാം തീയതി അടുത്ത സാലറി ആയിരുന്നു. അതുവരെ 180 പൗണ്ട് വെച്ചിട്ട് എനിക്ക് ഓടണുണ്ടോ. എനിക്ക് അതുപോലെ നാളെ തന്നെ കോളേജിലോട്ട് പോകും വേണം. അപ്പോൾ ചിലവൊക്കെ ഇങ്ങനെ കൂടി വരിക കേട്ടോ. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.